السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, 2-3 ദിവസം മുമ്പ് ഇമോഷണൽ ഡിസീസസ്, അതുപോലെ ഇബാദത്തുകൾ എങ്ങനെ ഇമോഷണൽ ഡിസീസസിന് പരിഹാരമാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ലൈവ് ചെയ്യുന്ന കാര്യം ഞാൻ അനൗൺസ് ചെയ്യുകയും കൃത്യമായത് നടക്കാതെ പോവുകയും ചെയ്തിരുന്നു. ചില ശാരീരികവും സാങ്കേതികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണത് നടക്കാതെ പോയത്. പക്ഷേ ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ നാല് രീതിയിലുണ്ട്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈപ്സ് ഓഫ് ഹോർമോൺസ്, 7 ടൈപ്സ് ഓഫ് ഹോർമോൺ എന്ന് ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ ശരീരത്തിൽ മുഴുവൻ 50-ലധികം ഹോർമോണുകൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ 4 കാറ്റഗറികളിലായിട്ടാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടുള്ള 2 കാറ്റഗറികളുണ്ട്: പ്രോട്ടീൻസ് ആൻഡ് പെപ്റ്റൈഡ്, അമിനോ ആസിഡ് ഹോർമോണൽ ഗ്രൂപ്പ്, ആൻഡ് സ്റ്റിറോയിഡൽ ഗ്രൂപ്പ്സ്. പിന്നെ പൊതുവായി 4 ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ 4 തരത്തിൽ തരംതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പെപ്റ്റൈഡ് ഹോർമോൺസ് അഥവാ കൺസ്ട്രക്റ്റീവ് ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും വികാസവും മസിലുകളുടെയും എല്ലുകളുടെയും ഒക്കെ നിർമ്മാണവും വളർച്ചയും ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന. 2, ഈക്കോസെനോയിഡ്സ് എന്നറിയപ്പെടുന്ന ഹോർമോണുകൾ. ഈക്കോസെനോയിഡ്സ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഹോർമോണുകളാണ്. ശരീരത്തിൽ ഒരു അപകടം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിനെ പ്രതിരോധിക്കുന്ന ഹോർമോണുകളാണ് ഈക്കോസെനോയിഡ്സ്. അബിഷർ ഉസ്താദ്, ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. റൌഫ് ഭായ്, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശരി. ഈ ഈക്കോസെനോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സഞ്ചർ ഹോർമോണായിട്ടും പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആൻഡ് ത്രോംബോക്സിൻസ്, ല്യൂക്കോട്രിയൻസ് തുടങ്ങിയ സംഗതികളെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ, ഇൻഫ്ലമേഷൻസ് ആൻഡ് ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണുകളാണ് ഈക്കോസെനോയിഡ്സ് എന്ന് പറയുന്നത്. ഇവരത് അമിനോ ആസിഡുകളാണ്. നാലാമത്തത് സ്റ്റിറോയിഡൽ ഹോർമോണുകളാണ്.
മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. സ്റ്റിറോയിഡൽ ഹോർമോണുകൾ എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെയും ഇൻഫ്ലമേഷൻസിനെയും ഇൻഫെക്ഷൻസിനെയും ഇൻവേർട്സിനെയും ഒക്കെ പരിഹരിക്കുന്ന, രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യുന്ന, ഹീൽ ചെയ്യുന്ന, മനുഷ്യനെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ, അവനെ പ്രതിസന്ധികളെ നേരിടാൻ അവനെ തയ്യാറാക്കുന്ന, പ്രാപ്തനാക്കുന്ന തരത്തിലുള്ള ഹോർമോണുകളാണ് സ്റ്റിറോയിഡൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വിഷയം, ഒരു വിശ്വാസിയാകുന്നത് യുക്തിവാദിയാകുന്നതിനേക്കാൾ, ഒരു നിഷേധിയാകുന്നതിനേക്കാൾ എന്തുകൊണ്ട് മികച്ച ഒരു ഓപ്ഷനാകുന്നു എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ്. അപ്പോൾ നിഷേധികൾ, യുക്തിവാദികൾ സാധാരണ 4 നിലയിലാണ് അവരെ കാണപ്പെടാറുണ്ട്. ഒന്ന്, യാതൊരു നിലയിലുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും നടത്താതെ ആരൊക്കെയോ പറയുന്നതിനെ ഏറ്റുപാടുന്ന, കോറസ് ചെയ്യുന്ന, ഖുർആൻ അവരെ പാരഡി പാടുന്നവർ എന്നാണ് ഖുർആനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം മനുഷ്യർ, അവൻ 4 വിഭാഗം യുക്തിവാദികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അന്വേഷിച്ച് കിളി പോകുന്നവരാണ്. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളോട് അല്ലെങ്കിൽ തങ്ങളുടെ ആശയത്തോട് കുറേയധികം സത്യസന്ധത പുലർത്തുമ്പോൾ തന്നെ ഏത് രൂപത്തിലാണ് തങ്ങളുടെ ചിന്തകളെ, തങ്ങളുടെ ബൗദ്ധിക ശേഷിയെ വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകാത്തതിൻ്റെ, എന്നറിയാത്തതിൻ്റെ പേരിൽ മൾട്ടി ടാർഗറ്റുകൾ, മനസ്സിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ കടന്നുപോയി, ജീവിതത്തിൽ കടന്നുപോയി അവരെ ലളിതമായിട്ട് കിളി പോകുന്നവർ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ അന്വേഷിക്കുന്നു, പക്ഷെ അന്വേഷിച്ച് കിളി പോകുന്നവരാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ മാഷാ അല്ലാഹ്, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശരിയായ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ്. ശരിയായ മാർഗദർശനം ഇല്ലാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താത്തവരാണ്. ഖുർആൻ ഷരീഫിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സൂറത്തുൽ ഫാത്തിഹയുടെ അടിസ്ഥാനം തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. ഇനി നാലാമത്തെ ഒരു വിഭാഗം യുക്തിവാദികൾ എന്ന് പറയുന്നത് അവർ അന്വേഷിച്ചു, കണ്ടെത്തി, വിശ്വാസത്തിലേക്ക് മടങ്ങുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 വിഭാഗം യുക്തിവാദികളാണ് നമ്മൾ കാണാറുള്ളത്. അതിൽ 4 ഘട്ടത്തിലും, യുക്തിവാദ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങളിലും അവരുടെ ശരീരത്തിൽ, അവരുടെ ചിന്തകളിൽ അഗ്രഷൻ ആൻഡ് ഡിപ്രഷൻ, ഇത് വളരെയധികം കാണപ്പെടാറുണ്ട്. വളരെ അഗ്രസീവായിരിക്കും അവർ.
രണ്ട്, വളരെ ഡിപ്രസ്ഡും ആയിരിക്കും. ഇനി ഒരു യുക്തിവാദികളെപ്പോഴും അവർ അവകാശപ്പെടുന്നത് തങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, തങ്ങൾ ചിന്തിക്കുന്നവരാണ്, തങ്ങൾ കണ്ടെത്തുന്നവരാണ്. ശാസ്ത്രമെന്ന് പറയുമ്പോൾ യുക്തിവാദികളുടെ കുത്തകയാണ്. സമൂഹത്തിൽ യുക്തിവാദികളുടെ ഒരു പോപ്പുലേഷൻ പ്രാതിനിധ്യം എത്രയാണോ ശാസ്ത്രത്തിലും അത്രയുള്ളൂ. യുക്തിവാദികളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ലക്ഷത്തിൽ ഒരാളാണ് യുക്തിവാദി എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ 3.5 കോടി 4 കോടി ജനങ്ങളുള്ളവരിൽ യുക്തിവാദികളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാർഡ് കോർ യുക്തിവാദികൾ എന്ന് പറയുന്നത് കേവലം 300-350 പേരാണ്. ബാക്കിയുള്ളവർ, അപ്പം അതിൻ്റെ ആ പെർസെൻറ്റേജ് ഒന്ന് നോക്കൂ. ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ കുറവാണ് ആ പെർസെൻറ്റേജ്. ബാക്കിയുള്ളവർ ഈ 350 യുക്തിവാദികളുടെ ഫേക്കുകളും മറ്റുമൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിക്കുന്നത്. അപ്പം എന്നിരുന്നാലും നമ്മുടെ ഈ 4 രൂപത്തിലാണ് യുക്തിവാദികൾ സാധാരണയിൽ കാണപ്പെടാറ്. അപ്പോൾ ഈ ശാസ്ത്രത്തിലെ യുക്തിവാദികളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ദുനിയാവിൽ, ഭൂമിയിൽ ഉള്ള ജനസംഖ്യയിൽ യുക്തിവാദികളുടെ അനുപാതം എത്രയാണോ അത്രയും മാത്രമാണ്. നമ്മൾ ശാസ്ത്രജ്ഞരുടെ ലിസ്റ്റും അവരുടെ വിശ്വാസവും ഒക്കെ നമ്മളോട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടെത്തലുകൾ കൂടുതൽ നടത്തിയിട്ടുള്ളത് ശാസ്ത്രജ്ഞരൊക്കെ വ്യക്തികളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. അപ്പം ഇനി എന്തുകൊണ്ട് വിശ്വാസം യുക്തിവാദത്തെക്കാൾ മികച്ചതാകുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ കൂടി പറയാം. ഒന്ന്, ഒരു വിശ്വാസി എപ്പോഴും നിലനിൽക്കുന്നത് സത്യം, നീതി, ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്പം കൂടി വിശദമാക്കി പറഞ്ഞാൽ ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ്. സത്യം, നീതി, വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? പരസ്പര വിശ്വാസം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, പരസ്പര വിശ്വാസവും അതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ. ഒരു വിശ്വാസി എപ്പോഴും ലോ ആൻഡ് ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവനായിരിക്കും. അവൻ അതിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്നവനായിരിക്കും. മൂന്ന്, അവൻ എപ്പോഴും ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ്, സ്നേഹം, ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സ്നേഹം, സഹവർത്തിത്വം, സൗഹൃദം, ഇതിനോടെല്ലാമുള്ള ആത്മാർത്ഥത, ഈ കാര്യങ്ങളിലും ഒരു വിശ്വാസി എപ്പോഴും അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സത്യസന്ധനായിരിക്കും. ഏതൊരു മനുഷ്യൻ്റെയും, അവൻ വിശ്വാസിയായിക്കോട്ടെ, അവിശ്വാസിയായിക്കോട്ടെ, യുക്തിവാദിയായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഇനി ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നവനും ആയിക്കോട്ടെ, അവൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് വിശ്വാസികളുടെ അടിസ്ഥാന ഗുണമായിട്ടുള്ള ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ്, ഈ 3 കാര്യങ്ങളാണ്. ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ്, ഈ 3 കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവനത്തിൻ്റെ നിലനിൽപ്പിന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, ഒരു വൈൽഡ് ലോസ്, വന്യ നിയമങ്ങളിലേക്ക്
നമ്മൾ ലോകം പോവും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ട് ഇന്നും ഇവിടെ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ചേറെ പേർ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ കഥകളിലൊക്കെ സങ്കല്പിക്കുന്നത് പോലുള്ള ഒരു അധിനിവേശം പ്രത്യക്ഷത്തിൽ നമുക്ക് ഫീൽ ചെയ്യാത്തത്. എന്നാൽ അധിനിവേശങ്ങൾ നടന്ന രാഷ്ട്രങ്ങളിലും ഭൂപ്രദേശങ്ങളിലും അത് വർഗീയമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, സൈനികപരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിക്കോട്ടെ, ഏത് നിലയിലായിരുന്നാലും ജനങ്ങൾ അനുഭവിച്ചെന്ന് പറയുന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ്. വന്യജീവി നിയമങ്ങളെക്കാൾ മോശമായത് ലായിക്കൽ അനാമലും അതല്ല എന്നുള്ള തലവനവരെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച നിലയിലാണ് മനുഷ്യരെന്ന് പറയുന്നവർ പരസ്പരം ആക്രമിച്ചത്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ, അവൻ വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, അവനെങ്കിൽ അവൻ്റെ മനസ്സിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാവണം. അതുപോലെ തന്നെ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവണം. ഇനി കണ്ടുപിടുത്തലുകളുടെ കാര്യങ്ങളിലും എന്തുകൊണ്ട് വിശ്വാസികൾ മുന്നിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലേച്ഛയില്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. ജനങ്ങളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ പഠനങ്ങളിലും അവൻ്റെ കരുതലുകളിലും സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഉപകാരം, മനുഷ്യർക്കുള്ള നന്മ, അതായിരിക്കും അവൻ്റെ ലക്ഷ്യം. അവൻ പ്രതിഫലം ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അല്ലാഹുവിൽ മാത്രമായിരിക്കും. പ്രതിഫലേച്ഛയോടുകൂടി സ്വാർത്ഥ താല്പര്യങ്ങളോടും സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളോടും കൂടി ഉപകാരങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, കണ്ടെത്തലുകൾ നടത്തുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണത്. അതുകൊണ്ടാണ് ഇവിടെ ബൗദ്ധിക സ്വത്തവകാശവും ജീവരക്ഷാ ഔഷധങ്ങളിൽ ഉൾപ്പെടെ ഉൽപാദന, വ്യാവസായിക, പഠന, സാങ്കേതിക തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പം അവിടെയും വിശ്വാസികൾ തന്നെയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഏതൊന്നും ഒരു മനുഷ്യന് ശാന്തിയും സമാധാനം ഉണ്ടെങ്കിൽ ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ്, ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്, ലോ ആൻഡ് ഓർഡർ, ഇത്രയും കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ ഇതിന് ഹോർമോണുകളുടെ ഉൽപാദനവും വിതരണവും ശരീരത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്കൊന്ന് വിശദീകരിക്കാം. ഇപ്പം നമുക്കറിയാം, ഇബാദത്തുകൾ ചെയ്യുന്നവർ, സത്യസന്ധമായി ഇബാദത്ത് ചെയ്യുന്നവർ, പലിശ വാങ്ങി പള്ളി പ്രസിഡന്റ് പലിശ വാങ്ങുകയും പള്ളി പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നവരെ കുറിച്ചല്ല, മോഷ്ടിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവനെ കുറിച്ചല്ല, മറ്റുള്ളവരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വാസിയായി വേഷം കെട്ടുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല, സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളെ കുറിച്ച്. അതായത് യുക്തിവാദിയായിരിക്കുകയും വിശ്വാസിയായി വേഷം കെട്ടുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല, സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ അവൻ അച്ചടക്കത്തിലേക്ക്, അനുസരണയിലേക്ക്, സ്നേഹത്തിലേക്ക്, കൺവെന്റിലേക്ക്, അനുസരണയിലേക്ക് എല്ലാം ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ തുടങ്ങിയിട്ടുള്ള പ്ലഷർ ഹോർമോൺസ്, അല്ലെങ്കിൽ ഹോപ്പ് ഹോർമോൺസ്, ലവ് ഹോർമോൺസ് എന്നെല്ലാം അറിയപ്പെടുന്ന വിവിധതരം ഹോർമോണുകളാണ്. ഈ ഹോർമോണുകൾ മനുഷ്യൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നു, അവൻ്റെ ശരീരത്തെ ശാന്തമാക്കുന്നു, തണുപ്പിക്കുന്നു, കൂളാക്കുന്നു. കാം ആൻഡ് കൂൾ, അവൻ്റെ ബ്രെയിനിനെ കാം ആൻഡ് കൂൾ ആക്കുന്നു. ശാന്തിയും സമാധാനവും നൽകുന്നവന്
എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ശരീരത്തിൽ എപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുക അഗ്രസീവ് ഹോർമോണുകളാണ്. സ്റ്റിറോയിഡൽ ആൻഡ് നോൺ സ്റ്റിറോയിഡൽ അഗ്രസീവ് ഹോർമോണുകളാണ് അവൻ്റെ ശരീരത്തിൽ എപ്പോഴും ഉൽപ്പാദിപ്പിക്കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഓക്സിറ്റോസിനും ഡോപ്പമിനും സെറോട്ടോണിൻ പോലുള്ള ഹോർമോണുകൾ, സെറോട്ടോണിൻ ഒരു സ്റ്റിറോയിഡൽ ഹോർമോണാണ്, എന്നാൽ ഓക്സിറ്റോസിനും ഡോപ്പമിനും ഒക്കെ പെപ്റ്റൈഡ് ഹോർമോണുകളാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൽ എപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടുക ഇത്തരത്തിലുള്ള ഹോർമോണുകളായിരിക്കും. ഓക്സിറ്റോസിനും ഡോപ്പമിനും സെറോട്ടോണിനും ഒക്കെ പോലുള്ള ഹോർമോണുകളായിരിക്കും. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയവും അവൻ്റെ ശരീരവും എപ്പോഴും ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഇൻക്ലൂഡിങ് അവൻ സെക്സിൽ ഏർപ്പെടുമ്പോൾ പോലും. ഒരു ഉന്മിഷ്ടത്തോടു കൂടിയല്ലാതെ, ഒരു വിജൃംഭിക്കുന്ന മാനസികാവസ്ഥയോടു കൂടിയല്ലാതെ അവനൊരിക്കലും അവൻ ആഗ്രഹിക്കുന്ന ഒരു ലേയത്വം അല്ലെങ്കിൽ ഒരു ലീനത്വം, അവനൊരു അലിഞ്ഞു ചേരൽ അതൊരിക്കലും ഉണ്ടാവില്ല. എവിടെയും ഒരു മറയുണ്ട്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ വലഹും അദാബുൻ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ, അവരുടെ ഹൃദയങ്ങൾക്കും കണ്ണുകൾക്കും അവരുടെ കാതുകൾക്കും എല്ലാം, അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും എല്ലാം ഇവിടെ ഒരു മറയുണ്ട് എന്ന് പറയുന്നത് പോലെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷവും ശാന്തിയും സമാധാനവും സ്നേഹവും പരസ്പരം ലയിക്കലും ഒന്നും ശരിയായ രൂപത്തിൽ ഉണ്ടാകാത്തതിലുള്ളൊരു മറ അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിലും ചിന്തകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്സിൻ്റെ ഒരു സമയത്ത് പോലും അവന് ഒരു വിജൃംഭിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനസികവും ശാരീരികവുമായിട്ട് ഒരു ലയനം ഒരിക്കലും അവിടെ ഉണ്ടാകുന്നില്ല. ഈ അഗ്രസീവ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ, അതുപോലെ തന്നെ യുക്തിവാദികളുടെ അല്ലെങ്കിൽ നിഷേധികളുടെ ശരീരത്തിൽ ബാധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ലയപ്പെടുന്ന അവരുടെ അഗ്രസീവ് സ്വഭാവം ഉള്ളവരായതുകൊണ്ടും അതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതും ഇസ്ലാം കോർട്ടിസോള്, അതുപോലെ തന്നെ കാറ്റാക്കോളാമിൻസിൻ, ഹോർമോണുകൾ, കോർട്ടിക്കോട്രോപ്പിൻ, ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള ഹോർമോണുകളാണ് ഇവരുടെ ശരീരത്തിൽ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അഡ്രിനാലിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹോർമോണുകളും ഇവരുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും.
അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അഗ്രസീവ് ഹോർമോൺസ് എപ്പോഴും അതിൻ്റെ അമിതമായ ഉൽപാദനം മനുഷ്യൻ്റെ ശരീരത്തിലും അവൻ്റെ ചിന്തകളിലും ഓവർ സ്ട്രെസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാക്കും. ഇനി മറ്റൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ധൈര്യം എന്ന് തെറ്റിദ്ധരിക്കാവുന്ന നിലയിലുള്ള ഉന്മാദം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കാൻ വലിയ ധൈര്യശാലിയാണ്, പക്ഷെ അത് യഥാർത്ഥ ധൈര്യമല്ല, അത് ഉന്മാദമാണ്, അതൊരു രോഗമാണ്. നല്ല വരിക്കുന്ന പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ certain steroidal hormones have the ability to alter or modulate the level of excitability in adult brain structures that controls expression and aggression in human being and mammals. അപ്പോൾ ഈ അഗ്രസീവ് ഹോർമോണുകൾ മനുഷ്യൻ്റെ ബ്രെയിനിനെ വൈരുദ്ധ്യാത്മകമായ നിലയിൽ അല്ലെങ്കിൽ അപകടകരമായ നിലയിൽ ബാധിക്കുകയും ആ ബ്രെയിനിൻ്റെ, ആ തലച്ചോറിൻ്റെ എക്സൈറ്റ്മെൻറ്റ്സിനെ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും അതിനെ നേരിടാനും പ്രതിരോധിക്കേണ്ടവയെ പ്രതിരോധിക്കാനുമുള്ള മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശേഷിയെ അട്ടിമറിക്കപ്പെടുന്നതിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മോഡേൺ സയൻസിൻ്റെ ആധുനിക പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെയും ഒരു യുക്തിവാദിയായിരിക്കുക എന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഒരു വിശ്വാസിയായിരിക്കുക എന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ് ആൻഡ് അഗ്രഷൻ, പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത്, അഗ്രഷൻ ഉണ്ടാക്കും. പെണ്ണേ അല്ലേ മോനെ, ആ മൊബൈലും ടോർച്ചും കൊണ്ടാ കറണ്ട് പോയി ഇവിടെ. അപ്പോൾ എപ്പോഴും ഒരു അൽഹംദുലില്ലാ കറണ്ട് വന്നു. ചില സമയത്തുള്ള എപ്പോഴും ഒരു ഈഗർനെസ്, അഗ്രഷൻ, ഇത് അവരുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞതുപോലുള്ള നെഗറ്റീവ് സ്വഭാവത്തിലുള്ള CRH, കോർട്ടിസോൾ, അതുപോലെ തന്നെ കാറ്റക്കോളാമിൻസ്, കോർട്ടിക്കോട്രോപ്പിൻ, അതുപോലെ പിന്നെ കറണ്ട് പോയിരുന്നു അവനെ ഇവിടെ വെച്ചേക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വിടാക്ക്. അതേപോലുള്ള അഗ്രസീവായിട്ടുള്ള ഹോർമോണുകൾ മനുഷ്യൻ്റെ ശരീരത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയോ ഇത് അവൻ്റെ ചിന്താരീതികളെയും അവൻ്റെ ഭൗതികതയും അവൻ്റെ പെരുമാറ്റ രീതികളെയും ഒക്കെ വളരെ മോശമായ നിലയിൽ ബാധിക്കുകയും ചെയ്യും. ഇനിയുടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, അച്ചടക്കമില്ലായ്മ, അത് കുട്ടികളിലായിരുന്നാലും മുതിർന്നവരിലായിരുന്നാലും വെകിളി പിടിച്ച സ്വഭാവം, അനുസരണയില്ലായ്മ, ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിലെ എക്സസ് സ്റ്റിറോയിഡൽ ഹോർമോണുകളുടെ ഉൽപാദനം സംബന്ധമായിട്ടുള്ള മേജർ സൈനുകളാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഒരു കുട്ടിയിൽ അച്ചടക്കമില്ലായ്മ, അനുസരണക്കേട് കാണുന്നുണ്ടെങ്കിൽ അതവൻ്റെ മാനസിക പ്രശ്നമാണ് എന്ന് കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ അതവൻ്റെ ഫിസിക്കൽ പ്രോബ്ലമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്. മാനസിക പ്രശ്നങ്ങളെ മാനസിക പ്രശ്നങ്ങളായിട്ട് തന്നെ മനസ്സിലാക്കണം. എന്നാൽ പല ഫിസിക്കൽ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും അത് അതിൻ്റെ എക്സ്പ്രഷൻസിനെ
അല്ലെങ്കിൽ എൻ്റെ സിംറ്റംസിനെ മാനസികമാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ചടക്കമില്ലായ്മയും വെളിപിടിച്ച സ്വഭാവവും അനുസരണയില്ലായ്മയും കിളിപോയ ചിന്തകളും അമിത ധൈര്യം, ഉന്മാദം എന്ന് തെറ്റിദ്ധരിക്കുന്ന നിലയിലുള്ള ഉന്മാദവും, ഇതൊക്കെ ശരീരത്തിലെ സ്റ്റിറോയിഡൽ ഹോർമോൺസിൻ്റെ അമിതമായ ഉൽപ്പാദനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇത് യഥാർത്ഥ രോഗമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഇത് ചില രോഗലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചികിത്സകളും അതിനാവശ്യമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ബോത്ത് ചികിത്സകൾ നൽകുകയാണ് വേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാവി വലിയ വലിയ യുക്തിവാദികളായിട്ട് മാറും. യുക്തിവാദികളുണ്ടാകുന്ന ഒരു ശാസ്ത്രീയ വീക്ഷണം കൂടിയാണിത്. ഹോർമോൺ ഇൻബാലൻസ് യുക്തിവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഒരു അനുസരണമുള്ളവൻ, അച്ചടക്കമുള്ളവൻ, ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ട്രസ്റ്റ്, ലോ ആൻഡ് ഓർഡറിനെ ഫോളോ ചെയ്യുന്നവനും ഒബേ ചെയ്യുന്നവനായിരിക്കും. അതുപോലെ തന്നെ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അവന് സത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നീതിയെക്കുറിച്ചോ വിശ്വാസത്തെ, ട്രസ്റ്റിനെ കുറിച്ച്, പരസ്പര വിശ്വാസം ഉൾപ്പെടെയുള്ള യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും അവന് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അവൻ്റെ സ്നേഹം, അവൻ്റെ പ്രണയം എന്ന് പറയുന്നത് ആപേക്ഷികമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കില്ല, സത്യസന്ധമായിരിക്കില്ല. അവനെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം ലാഭത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും, സ്വാർത്ഥതയുടെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും. അതേസമയം ഒരു വിശ്വാസി എന്ന് പറയുന്നത് ലാഭേച്ഛയില്ലാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. അവനവൻ്റെ വിശ്വാസത്തിലേക്കും അവൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അവൻ്റെ ആചാരങ്ങളായിരുന്നാലും ആരാധനാ കർമ്മങ്ങളായിരുന്നാലും അവൻ ചെയ്യുന്നത്, ഇനി ഒരാളൊരു അന്ധവിശ്വാസം ആയിക്കോട്ടെ, അവൻ്റെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് ഹോർമോണുകൾ അവൻ്റെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത് ഡോപ്പമിനും സെറോട്ടോണിനും അതുപോലെ തന്നെ ഓക്സിറ്റോസിനും പോലുള്ള പോസിറ്റീവ് റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ഹോർമോൺ, പ്രതീക്ഷ ഹോർമോണുകൾ, ഹാപ്പി ഹോർമോണുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഹോർമോണുകളായിരിക്കും. അത് അവൻ്റെ മനസ്സിനെ വിശാലമാക്കുന്നു, ശരീരത്തെ വിശാലമാക്കുന്നു, അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും അത് ആശ്വാസവും ശമനവുമായി ഭവിക്കുന്നു. കാരണം അഗ്രസീവ് ഹോർമോണുകൾ ശരീരത്തിലെ അസിഡിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്, ശരീരത്തിലെ pH ഇൻബാലൻസ് ചെയ്യുന്നുണ്ട്. ശരീരത്തെ കൂടുതൽ എസിഡോസിസ് ആക്കുന്നുണ്ട് ഇത്തരം ഹോർമോൺ. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ, ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തെ, പ്രതിരോധ ശേഷിയൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഘടകമാണ് ഇത്തരത്തിലുള്ള അഗ്രസീവ് ഹോർമോണുകൾ. ഈ പോസിറ്റീവായിട്ട് നമ്മുടെ ശരീരം തന്നെ അഗ്രസീവ് ഹോർമോണിനെ ഉപയോഗിക്കുന്നത് രോഗങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാത്ത സമയങ്ങളിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഈ അഗ്രസീവ് ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ ശരീരത്തിൻ്റെ കലകളെയും ശരീരത്തിൻ്റെ ധർമ്മങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന രൂപത്തിലാണ് അത് അനുഭവപ്പെടുക, അത് പ്രവർത്തിക്കുക. അപ്പോൾ അതായത് ഇതിനെയൊക്കെ പൊതുവായി ഇമോഷണൽ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്, വൈകാരികമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ ഈ വൈകാരികമായിട്ടുള്ള രോഗങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും ശാന്തിയും സമാധാനവും പ്രതീക്ഷയും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നുള്ളതാണ്.
മനുഷ്യപ്പോഴും ശാന്തനായിരിക്കണം, സമാധാനമുള്ളവനായിരിക്കണം, അതുപോലെ തന്നെ അവൻ പ്രതീക്ഷയുള്ളവനായിരിക്കണം. അവന് ധൈര്യമുള്ളവനായിരിക്കണം, ഉന്മാദിയാവാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ അവനോടൊപ്പമുള്ള മറ്റു ഗുണങ്ങളാണ് സഹനം, ക്ഷമ, വിട്ടുവീഴ്ച, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ അവകാശങ്ങളെ പോലും സാക്രിഫൈസ് ചെയ്യുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അവനിൽ സൃഷ്ടിക്കുന്ന ഫിസിക്കൽ റിസൾട്ട്സ് എന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനവും അവൻ്റെ ശാരീരികവും മാനസികമായ അവസ്ഥകളുടെ ഇംപ്രൂവൻസുമാണ്. ഇനി സമ്മർദ്ദങ്ങളുടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സ്ട്രെസ് കാരണം ഒരു അവിശ്വാസി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവൻ മടങ്ങിപ്പോകുന്നത്, അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടു പോയില്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ, എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് പോയത് വലിയ നഷ്ടമായി പോയെന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ സമ്മർദ്ദങ്ങളിലേക്കും മാനസിക പ്രയാസങ്ങളിലേക്കും ആയിരിക്കും. ഇതും അവനിൽ സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ആൻഡ് അഗ്രസീവ് ഹോർമോണുകളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതിനാണ്. പക്ഷേ അടുപ്പിനുള്ളിലാണ് തീ കത്തേണ്ടത്. അതും ആവശ്യമായ സമയത്ത്, അത് കഴിഞ്ഞാൽ അത് കെടുത്തിക്കളയണം. അത് കെടുത്തപ്പെടാതിരിക്കുമ്പോൾ അത് ആളിക്കത്താനും മുഴുവൻ ലോകത്തിൻ്റെയും നാശത്തിന് അത് കാരണമായി തീരും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്നത്. വിശ്വാസിയുടെ ശരീരം അവൻ്റെ ചിന്തകളും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ പ്രതീക്ഷയും അവൻ ആഗ്രഹിക്കുന്ന ഉപകാരപ്രദമായിട്ടുള്ള ജീവിതം, എഹ്സാൻ, ഇതെല്ലാം കാരണമായിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾ എപ്പോഴും അവന് പ്രതീക്ഷാനിർഭരവും അവന് വിശാലതയിലും അധിഷ്ഠിതമായിരിക്കുമ്പോൾ, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ഇമോഷണൽ ഡിസീസസ്, അതുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ, ഇരുളുകൾ ഇതിലൊക്കെ ആയിരിക്കും. അതിൽ തന്നെ പല കുട്ടികളിൽ മറ്റൊക്കെ വിശ്വാസികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഫിസിക്കൽ കാരണങ്ങളിൽ കൂടി കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുകയും അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് നൽകുകയും അവരെ നേരായ മാർഗത്തിൽ നയിക്കുകയും ആണ് ചെയ്യേണ്ടത്. പിന്നെ ഹോർമോണുകളെ കുറിച്ച് പറയുമ്പോൾ പൊതുവായിട്ട് 2 ഹോർമോണുകളെ കുറിച്ച് കൂടി പറയാതെ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, വൈറ്റമിൻ ഡി ആൻഡ് മെലറ്റോണിൻ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ മാത്രം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണൽ വൈറ്റമിനാണ്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ പകൽ സമയങ്ങളിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണൽ വൈറ്റമിൻ ആണ്. അതായത് ഒരു സമയം വൈറ്റമിനുമാണത്, ഹോർമോണുമാണ്. വൈറ്റമിൻ ഡി. ഇനി ഈ വൈറ്റമിൻ ഡി ശരിയായ രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ അത് മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തലമുടി കൊഴിച്ചിൽ മുതൽ ഹോർമോൺ ഡിസോർഡറുകളും ഓസ്റ്റിയോപൊറോസിസും മസ്കുലർ ഡിസീസസും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, കാൽസ്യം ഡെഫിഷ്യൻസിയും BP യും കൊളസ്ട്രോളും ജീവിതശൈലി രോഗങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാകും. ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്കാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നയിക്കുക. ഈ വൈറ്റമിൻ ഡി പകൽ സമയങ്ങളിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ രാത്രിയിൽ ഇരുളുള്ളപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ശ്രമിക്കാനായിട്ട് എടുക്കുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. നവീൻ, ഞാൻ ചോദ്യം കണ്ടു, ഞാൻ മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ്.
ബോൺ സെറ്റിംഗ് വിത്ത് ഹിജാമയാണ് ബാക്ക് പെയിനിന് ഏറ്റവും നല്ലത്. ബോൺ സെറ്റിംഗ് ആവശ്യമാണെങ്കിൽ ബോൺ സെറ്റിംഗ്, അത് ഡിസ്ക് പ്രൊലാപ്സ് മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോൺ സെറ്റിംഗ് ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ മസിൽ സംബന്ധമായിട്ടുള്ള ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഹിജാമ മാത്രം മതിയാവും. എന്തായാലും ഇത് പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഇത് രണ്ട് ചെയ്യിക്കൽ വളരെ നല്ലതാണ്. ഡിസ്ക് പ്രൊലാപ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ബോഡി റിലാക്സേഷന് വേണ്ടിയിട്ട്, ജോയിൻറ്റ് റിലാക്സേഷന് വേണ്ടിയിട്ട്, റിജുവനേഷന് വേണ്ടിയിട്ടൊക്കെ ബോൺ സെറ്റിംഗ് ചെയ്യുന്നത് വർഷത്തിലൊരു 3-4 പ്രാവശ്യമെങ്കിലും ബോൺ സെറ്റിംഗ്, ഒരു പ്രത്യേകിച്ച് രോഗവും ഇല്ലാത്ത ആരോഗ്യാവസ്ഥയിൽ പോലും ബോൺ സെറ്റിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇൻഷാല്ലാ അത് ശരീരത്തിലെ സർക്കുലേഷനെയും ഇമ്മ്യൂണിറ്റിയെയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത തലമുടി കൊഴിച്ചിൽ മുതൽ ഹാർട്ട് അറ്റാക്ക് വരെ വിവിധ രോഗങ്ങൾക്ക് കാരണമായി തീരും. ഇതുപോലെ അപകടകരമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ മെലാറ്റോണിൻ, രാത്രിയിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഇരുളിൻ്റെ സഹായത്തോട് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ മെലാറ്റോണിൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മെലാറ്റോണിൻ ഹോർമോണിൻ്റെ പേര് തന്നെ നൈറ്റ് ഹോർമോൺ എന്നാണ്. യൂറിക് ആസിഡ് ഉള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നൈട്രിക് ഓക്സൈഡുകൾ, അമോണിയ, യൂറിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള ഒരു ഡെറിവേഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും വൈറ്റമിൻ ഡി കാരണമായി ശരീരത്തിൻ്റെ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കാരണമായി ശരീരത്തിലേക്ക് എത്തുന്ന പ്രോട്ടീൻസ് ശരിയായ നിലയിൽ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകാതിരിക്കുകയും അത് അമോണിയയും യൂറിക് ആസിഡും ഒക്കെ മാറുന്നത്. അതുപോലെ തന്നെ മെലാറ്റോണിനും ഈ പ്രക്രിയയിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നൈട്രിക് ഓക്സൈഡുകളെ ഡിക്രീസ് ചെയ്ത് അതിൻ്റെ ഉൽപ്പാദനം മെലാറ്റോണിൻ ഡിക്രീസ് ചെയ്യും. ശരീരത്തിലെ ആസിഡ് റിഫ്ലക്സിനെ മെലാറ്റോണിൻ നിയന്ത്രിക്കും. അതുപോലെ തന്നെ സീസണൽ രോഗങ്ങൾ, ചില ആൾക്കാർക്ക് വർഷത്തിൻ്റെ ചില മാസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ ചില രോഗങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇത്തരത്തിലുള്ള സീസണൽ രോഗങ്ങളെ ഈ മെലാറ്റോണിൻ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഇല്ലാതാക്കും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഗ്രോത്ത് ഹോർമോണുകളെ ഏറ്റവും ആരോഗ്യകരമായ നിലയിൽ പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ പ്രവർത്തനം ഏറ്റവും ആരോഗ്യകരമാക്കി തീർക്കും മെലാറ്റോണിൻ. ഈ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസ് അതിൻ്റെ മസിലുകളുടെയും മസിലിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ഒരുപാട് ആഹാരം കഴിക്കുന്നത് ശരീരം നന്നാക്കണം, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, അവനെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു, പക്ഷേ രാത്രികളൊന്നും ഉറങ്ങുന്നില്ല, വിപരീത ബലം ഉണ്ടാക്കും. ചിലപ്പോഴല്ല മിക്കവാറും വിപരീത ബലം ഉണ്ടാക്കുക മെലാറ്റോണിൻ്റെ അഭാവത്തിൽ. മെലാറ്റോണിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രാത്രി ലൈറ്റ് അടിച്ച് കിടന്ന് ഉറങ്ങാൻ വേണം. അതുപോലെ മെലാറ്റോണിൻ കണ്ണുകളുടെ കാഴ്ചശക്തിയെയും ശരീരത്തിൻ്റെ ആൻറ്റി ഓക്സിഡേഷൻ പ്രക്രിയയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഗ്ലോക്കോമിയയും റെറ്റിനോപ്പതിയെയും AMD ഒക്കെ ഇല്ലാതാക്കുന്ന, നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ സ്റ്റൊമക്കിൽ അമിതമായിട്ട് ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയും റിവേഴ്സ് ആസിഡ് റിഫ്ലക്സ്, അതായത് സ്റ്റൊമക് ആസിഡുകൾ ഈസോഫാഗസിലേക്ക് കടന്ന് നെഞ്ചരിച്ചിൽ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിന് തടയുകയും ചെയ്യും. അപ്പോൾ ഈ ശരിയായ രൂപത്തിൽ നമ്മൾ ശ്രമിക്കാനോ ഉറങ്ങാനോ നമ്മൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ
ഈ മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർ സ്ലീപ്പ്, ഉറക്കമില്ലായ്മ, ഇൻസോംനിയ, ഡിപ്രഷൻ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് പോകും. കുഴഞ്ഞു വീണ് മരിക്കുന്നത് മെലാറ്റോണിൻ ഡെഫിഷ്യൻസി ആണോ? തീർച്ചയായിട്ടും മെലാറ്റോണിന് അതിനകത്ത് വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയും, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ആൻഡ് മെലാറ്റോണിൻ. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ കാരണം ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ പ്രവാസികളിലും ഒക്കെ ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ ഏറ്റവും കോർ ആൻഡ് അടിവേര് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. കാരണം മിക്കവാറും ഉറങ്ങാറില്ല, വെയിലും കൊള്ളൽ കുറവാണ്. പിന്നെ വെയിൽ കൊള്ളുന്ന വൈറ്റമിൻ ഡി ഉള്ളവർക്ക് മെലാറ്റോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. വളരെ നല്ല ഒരു ചോദ്യം, വളരെ നല്ല രീതിയിലാണ് അൽഹംദുലില്ലാഹ് കേൾക്കുന്നത്, വളരെ നല്ല രീതിയിലാണ് ആ കാര്യത്തെ ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നവീൻ, അല്ലാഹു തആല വലിയ ഹൈറ് വർക്കുന്നത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനതിൻ്റെ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പൂർ സ്ലീപ്പ് ലിങ്ക്ഡ് ടു ഹയർ ബോഡി വെയ്റ്റ്, ബോഡി ഫാറ്റ് ബൈ ഡിക്രീസ്ഡ് സെല്ലുലാർ മെറ്റബോളിസം. അപ്പോൾ ശരീരത്തിൽ ഉറക്കം കുറയുകയും ഉറക്കമില്ലായ്മ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സെല്ലുലാർ മെറ്റബോളിസം സൈമൺ, നീ വീട്ടിൽ പോയിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ചെയ്യാൻ നോക്കും കേട്ടോ. നിന്റെ ഉടായ്പ എനിക്കറിയാം. കാരണം നീ ജനിക്കുന്ന സമയത്ത്, നിന്റെ ഉപ്പാൻ്റെ നട്ടലിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. എന്നെ ഇവിടെ ജോലി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ പൂർ സ്ലീപ്പ് എന്ന് പറയുന്നത് സെല്ലുലാർ മെറ്റബോളിസത്തെ ഗുരുതരമായ നിലയിൽ ബാധിക്കുന്ന കാര്യമാണ്. ഈ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, കൂടുതൽ വിവരങ്ങൾ കിട്ടും. അല്ല, പൂർ സ്ലീപ്പ് അഫക്ട്സ് അപ്പറ്റൈറ്റ്, ഹോർമോൺ റെഗുലേഷൻ ആൻഡ് റിക്വയറിങ് മോർ കലോറീസ്. സ്വാഭാവികമായിട്ടും ശരീരത്തിന് കൂടുതൽ ഉറക്കം ശരിയാവാതെ വരുമ്പോൾ ശരീരത്തിന് കൂടുതൽ കലോറി അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരികയും മനുഷ്യൻ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധരാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ശരിയായ രീതിയിൽ ശരീരത്തിൽ വെള്ളവും എത്താതിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ മറ്റ് നെർവസ് സ്ട്രെസ്സോ മസിൽ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാവും. അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ നല്ല ഉറക്കമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? നമ്മുടെ കോൺസെൻട്രേഷനെയും പ്രൊഡക്ടിവിറ്റിയെയും കോഗ്നിഷനെയും അതുപോലെ തന്നെ കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെയുള്ള ഉന്നതമായ ഗുണങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുകയും, ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പൂർ സ്ലീപ്പാണ്, ബാഡ് സ്ലീപ്പാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം കഴിവുകളൊക്കെ ഇല്ലാതായി കളയും. Poor sleep habits increase the risk of heart disease and stroke. Poor sleeping habits increase the risk of heart disease and stroke because the absence of melatonin. J. Simon, അന്നൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. നിനക്ക് കാര്യം മനസ്സിലായല്ലോ? അപ്പോഴേക്കോ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ക്യാൻ കോസ് ടൈപ്പ് 2 ഡയബറ്റിക്സ്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ക്യാൻ, അത് മനഃപൂർവ്വം ഉറങ്ങാതിരുന്നാലും മനഃപൂർവ്വം ഉറങ്ങാതിരിക്കുന്നവർ ഉറങ്ങുക, ഉറക്കം വരാത്തവർ ഉറക്കം വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സ ഉൾപ്പെടെ. എന്നാൽ ചികിത്സയിൽ സ്ലീപ്പിംഗ് ഡ്രഗ്സ് കഴിക്കലല്ല അതിൻ്റെ ശരിയായിട്ടുള്ള ചികിത്സ. അത് മനസ്സിലാക്കുക. അത് കൂടുതൽ ദോഷങ്ങളിലേക്ക് കൊണ്ടുപോകും. ലിങ്ക്ഡ് ടു ഡിപ്രഷൻ ആൻഡ് മാഡ്നെസ്.
linked to depression and madness. Sound sleep improving immune system. Must sleep 8 hours strictly in night. 8 മണിക്കൂർ നിർബന്ധമായിട്ട് രാത്രിയിൽ തന്നെ ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിലും 6-7 മണിക്കൂറായിരുന്നാലും മതിയാവും. അത് പക്ഷേ നമ്മൾ 10 മണിക്ക് മുമ്പ് കിടന്നുറങ്ങണം. 10 ദിവസം 10 മണിക്ക് മുമ്പ് ഒന്ന് ഉറങ്ങി നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച്. വെറും 10 ദിവസത്തെ ഒരു പരീക്ഷണം, ഒരു ചലഞ്ച് ആയിട്ടെടുത്ത് നോക്കൂ, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച്. എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് പറയാം. ഒരു പേഷ്യൻ്റ് ഒരിക്കലും എൻ്റെ അടുക്കൽ വന്നു. അവർ ഗേറ്റ് തുറന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ അവരുടെ ജീവിത രീതിയും അവരുടെ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ എന്താണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഉമ്മയും മകളും കൂടിയാണ് വന്നത്. ഉമ്മ എൻ്റെ പഴയ പേഷ്യൻസ് ആയതുകൊണ്ട് അവരുടെ രോഗങ്ങളെക്കുറിച്ച് എനിക്ക് പക്ഷേ മകളെ കൂടി കാണിക്കാൻ വേണ്ടി അന്ന് ആദ്യമായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഗേറ്റ് കടന്നു വന്നപ്പോൾ തന്നെ കുട്ടിയുടെ എന്തൊക്കെയാണ് 27-28 വയസ്സുള്ളൊരു കുട്ടിയാണ്, എന്തൊക്കെയാണ് അവരുടെ അസുഖങ്ങൾ എന്നുള്ളത് ഞാൻ ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിനക്കിവിടെ ചികിത്സയില്ല, ഞാൻ നിന്നെ ചികിത്സിക്കത്തുമില്ല. പക്ഷെ 10 ദിവസം ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം 28-കാരി കുട്ടിയെ കണ്ടാൽ 48 വയസ്സുകാരിയാണെന്ന് തോന്നും. അതുപോലെ 10 ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചികിത്സിക്കാമെന്ന് പറയും. ഈ 10 ദിവസം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയങ്ങളും ഉറങ്ങേണ്ട സമയങ്ങളും പറഞ്ഞു കൊടുക്കുകയും അത്യാവശ്യം വയറിളക്കി ശരീരത്തിലെ ആസിഡ് റിഫ്ലക്സിനെ കുറയ്ക്കുകയും ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവർക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ആ 28-കാരി കുട്ടി 23-കാരിയെ പോലെയായി. അപ്പോൾ അസിഡോസിസ്, ആസിഡ് റിഫ്ലക്സ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഏജിങ്ങിനെ, പ്രായം, അകാല വാർദ്ധക്യത്തെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ശരിയായിട്ടുള്ള ഉറക്കം, മെലാറ്റോണിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ ആബ്സെൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ തകർക്കുന്നതാണ്, ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതാണ്. 8 മണിക്കൂറെങ്കിലും രാത്രിയിൽ ഉറങ്ങുക എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. രാത്രി എന്ന് പറയുമ്പോൾ എങ്ങനെ, സുബഹി ബാങ്കിന് മുമ്പുള്ള സമയം മുതൽ 8 മണിക്കൂർ പുറകിലേക്ക് ചിന്തിക്കണം. ഇപ്പം 5 മണിക്ക് സുബഹി ബാങ്കാണെങ്കിൽ കിഴക്ക് വെള്ള കീറുന്നത്, സുബഹി ബാങ്ക് പോട്ടെ, കിഴക്ക് വെള്ള കീറുന്നത് സൂര്യ ഉദിക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടം. കിഴക്ക് വെള്ള കീറുന്നതിൻ്റെ ആ സമയം മുതൽ പിന്നിലേക്ക് 8 മണിക്കൂർ കണക്കാക്കുക. അപ്പം 5 മണിക്കെന്ന് പറയുമ്പോഴത്തേക്ക് 12:05, 12-ൽ നിന്ന് 3 പോയാൽ 9 മണി മുതൽ 5 മണി വരെ ഉറങ്ങണം എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. പിന്നെ സുന്നത്ത് എന്താ? ഇശാനമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുക. മരുവിഷാട്ടിൽ ഭക്ഷണം അത്താഴം കഴിക്കുക, ഇശാനമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുക. ഈ സുന്നത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ സുന്നത്തായ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി, അത് ഏറ്റവും ആരോഗ്യകരവും രോഗങ്ങൾ ഇല്ലാതാക്കുന്നതും ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതാണ്. Poor sleep is linked to dangerous body inflammation. അപകടകരമായ ഇൻഫ്ലമേഷൻസിന് കാരണമായി തീരും പ്യുവർ സ്ലീപ്പ്. ബിക്കോസ് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്നു. അത് മുഴുവൻ ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുകയും അവസാനം ഓർഗൻ ലോസ്, ഫങ്ഷണൽ ലോസ് ഉണ്ടാക്കുകയും ചെയ്യും. Poor sleep is linked to dangerous body inflammation. Sleep can have a major effect on inflammation in our body. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് ഇൻസോംനിയ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സിന് ഉണ്ട്. Less sleep activate undesirable marks of inflammation and cell damage. ഉറക്കക്കുറവ്
നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള അതാണ് മോഡേൺ സയൻസ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക വൈദ്യവും അതുപോലെ തന്നെ മറ്റു പരമ്പരാഗത വൈദ്യശാസ്ത്രജ്ഞകളിൽ മിക്കതിനും ഈ കാര്യത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണ നിലക്കാർക്ക് കണ്ടെത്താൻ കഴിയാത്ത നിലയിലുള്ള മാർക്സും അടയാളങ്ങളും കോശ നാശവും എല്ലാം ഈ ലെസ് സ്ലീപ്പ് ഉണ്ടാക്കും. Poor sleep has been strongly linked to long-term inflammation of the digestive tract and caused to inflammatory bowel diseases. കൂടുതൽ സമയം ഒരുപാടാവുന്നു, കൂടുതൽ വിശദമായിട്ട് അറിയണം എന്നുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നുള്ളത് നന്നായിരിക്കും. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിൽ മിനറൽ അബ്സോർപ്ഷൻ നടക്കത്തില്ല, വീണ്ടും ശരീരം എന്താണ് കത്തുന്ന തീയിലേക്ക് പെട്രോൾ ഒഴിക്കുന്ന പോലുള്ള അവസ്ഥയായിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ബാക്കി നെർവസ് സിസ്റ്റവും സെൻട്രൽ നെർവസ് സിസ്റ്റവും ഒക്കെ വളരെ അപകടത്തിലാകുന്ന നിലയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ലാക്ക് ഓഫ് മിനറൽ അബ്സോർപ്ഷൻ ഹെൽത്തിനെയും ഇമ്മ്യൂണിറ്റിയെയും ഓർഗൻ ഫംഗ്ഷനിലേക്ക് ബാധിക്കുകയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുപോലെ ക്രോൺ ഡിസീസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതിന് കാരണമായി തീരും പോർ സ്ലീപ്പിംഗ്. റീസെന്റ് സ്ലീപ്പ് ഡിസോർഡേഴ്സ് എവല്യൂഷൻ ടു ഇൻഅപ്രോപ്രിയേറ്റ് recent sleep disorders evolution to inspirate the outcomes of long-term inflammatory issues. ദീർഘകാലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഇൻഫ്ലമേഷൻസിനെ ഇപ്പോൾ പ്രവാചകവൈദ്യത്തിലും ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ പീരിയോഡിക്കലായിട്ട് ഇൻഫ്ലമേഷൻസിനെ റിമൂവ് ചെയ്യുകയും ആൻറ്റി ഇൻഫ്ലമേറ്ററി ലൈഫ് സ്റ്റൈൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ഇതിനെ വളരെ പ്രാധാന്യപൂർവ്വം അതിനെ അടിസ്ഥാന കാരണങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും ഫലജനകമായിട്ടും കണക്കാക്കുന്ന ചികിത്സാരീതിയാണ് പ്രവാചകവൈദ്യം. എന്നാൽ മറ്റൊരു ചികിത്സാരീതികളും ഇൻഫ്ലമേഷൻസിനെ അത്രയും പ്രാധാന്യത്തോടുകൂടി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻ യാതൊരു അത്തരത്തിലുള്ള പ്രാധാന്യം വളരെ കുറച്ചാണ് കാണുന്നത്. അപ്പോൾ ഒക്കേഷണലായിട്ടുള്ള പുവർ സ്ലിം ഹാബിറ്റ്സ് ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം മുതൽ ഒരു 10-15 ദിവസം, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വരെ ഒരു മനുഷ്യന് ശരിയായ രൂപത്തിൽ പീരീഡ് സാന്ദർഭികമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പോലും ദീർഘകാലമായിട്ട് അവൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഇൻഫ്ലമേഷൻസിൻ്റെ കാരണമായിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വെളിവാവുകയും അവൻ രോഗബാധിതനായ ഇൻഫ്ലമേഷൻസ് പ്രൊവോക്ക് ചെയ്യപ്പെടുകയും അവൻ രോഗബാധിതനാവുകയും ചെയ്യും. Poor sleep harms emotions and social interactions. Sleep deprivation may reduce our social skills and ability to recognize people's emotional expressions. വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവും എന്ന് വരുന്നു. Poor sleep harms emotions and social interactions. Sleep deprivation may reduce our social skills and ability to recognize people's emotional expressions. മനസ്സിലാവില്ലല്ലേ? ഇപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണ വിശ്രമ രീതികൾ, ശരിയായുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ എങ്ങനെ ഉചിതമായ ഓരോരുത്തർക്കും ഉചിതമായിട്ടുള്ള നിലയിലുള്ള ന്യൂട്രീഷ്യൻസ് ഉൾക്കൊള്ളുന്ന ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ശരിയായ ഉറക്കവും വിശ്രമവും പില്ലേഴ്സ് ഓഫ് ഹെൽത്ത്, ആരോഗ്യത്തിൻ്റെ തൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരോഗ്യത്തിൻ്റെ തൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
ഇനി ഒരാൾ രാത്രി ഉറങ്ങുന്നില്ല, എങ്ങനെയെങ്കിലും 8 മണിക്ക് ഉറങ്ങി തീർത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ, അത് വലിയ അപകടമാണ്. പകൽ സമയത്ത് കൈലോലത്തിന്റെ സമയത്ത് ഉറങ്ങൽ സുന്നത്താണ്. അതല്ലാത്ത സമയത്ത് ഒരു മനുഷ്യൻ ഉറങ്ങുന്നത് എക്സസ് ബൈൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ സെക്രീഷനും അതിൻ്റെ സപ്രസിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിത്തവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി രോഗങ്ങളുണ്ടാവും. കൈലോലത്തിൻ്റെ സമയത്തല്ലാതെ, അതായത് ളുഹ മുതൽ ളുഹർ ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയത്തല്ലാതെ പകൽ സമയത്തിൻ്റെ മറ്റു സമയങ്ങളിലാണ് ഉറങ്ങുന്നത്. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറങ്ങാൻ പാടില്ലാത്ത സമയത്ത് മനുഷ്യൻ ഇറങ്ങുന്നത് ബയൽ സംബന്ധമായിട്ടുള്ള പ്രൊവക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള രോഗമുണ്ടാവും, ഇതിൻ്റെ എക്സസ് പ്രൊവക്കേഷൻ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. ഖൈർ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ഉറക്കവും വൈറ്റമിൻ ഡി, പകലിലുള്ള അധ്വാനവും വെയിലുള്ളതെന്ന് പറയുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു, അതായത് വൈറ്റമിൻ ഡി എത്രത്തോളം പ്രാധാന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിന് എഴുതിയ ഒരു കത്തിൽ നിങ്ങൾ വെയിൽക്കുളി ഉപേക്ഷിക്കരുത്, അറബികളുടെ കുളിയും തന്നെയാണ് എഴുതിയിട്ടുണ്ട്. വെയിൽക്കുളി എന്ന് പറയുമ്പോൾ സൺബാത്ത്. വെയിൽക്കുളി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു മൂല്യമില്ല. അത് ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാകുന്ന ജോലിയും ലീവും കളഞ്ഞ് ലീവും എടുത്തിട്ടാണ് യൂറോപ്യൻസ് കോവളത്തും വർക്കലയിലും കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ വന്നിട്ട് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ സൺബാത്ത് എന്ന് പറയുന്നത് ഒരു സുന്നത്തായ ഒരു അമലാണ്. വെയിൽ കൊള്ളല, കൂലി കിട്ടുന്ന കാര്യമാണ്, ആവശ്യാനുസരണം. ഇപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 11 മണിയാകുമ്പോൾ സാധാരണ നിലയിൽ 11 മണിയാകുമ്പോഴത്തേക്ക് അറബികൾ, ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ അറബികളുടെ കാര്യം എനിക്കറിയില്ല, ഓൾഡ് ജനറേഷനിലുള്ളവർ 11 മണിയാകുമ്പോഴത്തേക്ക് ഒന്നുകിൽ അവർ കടകളിൽ നിന്നെങ്കിലും വാങ്ങി ഏതെങ്കിലും പാർക്കിലോ മരത്തിൻ്റെ ചുവട്ടിലോ, ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുക, ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു മരത്തിൻ്റെ തൊട്ടിൽ ഇരുന്നേക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ നിന്ന് കൂട്ടം കൂടി കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ വെയിലത്ത് കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ ചെറിയ തണലിൽ വെയിൽ കിട്ടത്തക്ക രീതിയിൽ കിടന്നുറങ്ങുന്നത്, ചെറിയ ഈർക്കത്തക്ക രീതിയിൽ കിടന്നുറങ്ങുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ കാരണം വെയിൽക്കുളി, അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി എന്ന് മോഡേൺ സയൻസ് പറയുമ്പോൾ അത് അന്ന് തന്നെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട അധ്യാപനമാണ്. അപ്പോൾ ളുഹർ നമസ്കാരത്തിൻ്റെ പള്ളിയിലേക്ക് പോകുന്നവന് ഇരട്ടി കൂലിയാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ളുഹർ നമസ്കാരം വെയിലത്ത് പോയി നമസ്കരിക്കുന്ന നമസ്കാരമാണ്. വീട്ടിൽ നിന്ന് എത്രത്തോളം ദൂരെയായിരിക്കുകയും അവിടെ നിന്ന് നടന്നു വരികയും ചെയ്യുന്ന അത്രത്തോളം വലിയ കൂലി കിട്ടുമെന്ന് പറഞ്ഞു. എന്താ കാരണം? ആ സമയങ്ങളിലൊക്കെ അവൻ വെയിൽ കൊള്ളുന്നുണ്ട്, ആ സമയങ്ങളിലൊക്കെ അവൻ്റെ ശരീരത്തിൽ ശരിയായ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള ആരോഗ്യകരമായിട്ടുള്ള സംഖ്യകൾ ഉണ്ടാകുന്നുണ്ട്, അവൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ്റെ ശരീരത്തിൻ്റെ സ്റ്റൊമക്കിൻ്റെയും അതുപോലെ തന്നെ സെല്ലുലാർ മെറ്റബോളിസവും ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അമീൻ അൻസാരി അലൈഹി ഇസ്ലാം പറഞ്ഞ പൂർണ്ണമായിട്ടും നമുക്ക് ഇസ്രാ മെഹറാജും അള്ളാഹിൻ്റെ ദാത്തും മാത്രമേ ഉള്ളൂ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്തത്. മെഹറാജ് തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അള്ളാഹിൻ്റെ ദാത്തിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളെയും നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും. ഇതേപോലെ ഈ വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ മെലാറ്റോണിൻ, വൈറ്റമിൻ ഡി പകലുണ്ടാകുന്ന വൈറ്റമിൻ പ്ലസ് ഹോർമോണാണ്. മെലാറ്റോണിൻ രാത്രി ഇരുളിൽ മാത്രം ഉണ്ടാകുന്നതാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഇല്ലാതിരിക്കുന്നത് എത്രത്തോളം അപകടമാണോ അതുപോലെ തന്നെ അപകടമാണ് മെലാറ്റോണിൻ്റെ അഭാവവും ശരീരത്തിൽ സൃഷ്ടിക്കുക.
ഞാൻ വൈറ്റമിൻ ഡിയെ കുറിച്ച് ചുരുക്കി പറയുകയും മെലാറ്റോണിനെ കുറിച്ച് കൂടുതൽ വിശദമാക്കി പറയുകയും ചെയ്തത് വൈറ്റമിൻ ഡിയുടെ അപാകതയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ ആരോഗ്യ മാസികകളുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമ്മൾ സെർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിക്കിളുകൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കിട്ടും. പക്ഷേ മെലാറ്റോണിൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മലയാളത്തിൽ നടക്കുന്ന ആദ്യത്തെ ടോക്ക് ഒരു പക്ഷേ ഇതായിരിക്കും. മലയാളത്തിൽ മെലാറ്റോണിനെ കുറിച്ച് എന്തെങ്കിലും ആർട്ടിക്കിളുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മെലാറ്റോണിൻ മെലാറ്റോണിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ ആർട്ടിക്കിളുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. അതിലും ഡയറക്റ്റ് എന്താണ് മെലാറ്റോണിൻ, രാത്രി ഓഫ് ചെയ്ത് തന്നെ കിടന്നുറങ്ങണം തീർച്ചയായിട്ടും. 0 watt ബൾബൊക്കെ കുഴപ്പമില്ല എന്ന്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും സൊല്യൂഷനല്ല. ഇരുള് തന്നെയായിരിക്കും അതിനാവശ്യം ഏറ്റവും ഉപകാരപ്രദമായത്. എന്താണ് മെലാറ്റോണിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിക്കിപീഡിയയിൽ, മെലാറ്റോണിൻ വിക്കിപീഡിയ ലിങ്ക്സും കാണുന്നില്ല. ഏതായാലും വളരെ കുറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളുകൾ മാത്രമാണ് അല്ലെങ്കിൽ അതിൽ ഉള്ളത്. ഇൻഷാല്ലാ. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ചുരുക്കത്തിൽ പറയാനുള്ളത്, നമുക്ക് സുന്നത്തായിട്ടുള്ള ജീവിത രീതി നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡിയും ഈ ഒക്കെ കൃത്യമായ നിലയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. പിന്നെ യുക്തിവാദിയാകുന്നതിനേക്കാൾ വിശ്വാസിയാകുന്നത് കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും ഞാൻ ആദ്യം വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അമീൻ അൻസാരി, യുവർ നമ്പർ പ്ലീസ്. മോനെ, എൻ്റെ എബോട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ 2 നമ്പറുകളുണ്ട്. ഞാനൊന്ന് പറയാം. 96 33 30 86 43. 96 33 30 86 43. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം ആരോഗ്യരംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും സൃഷ്ടിച്ച വിപ്ലവം, അതുകൊണ്ടുണ്ടായ ഫലം, രോഗങ്ങളില്ലാതെ ആരോഗ്യത്തിലെടുക്കാത്തവരും രോഗരഹിതരുമായിട്ടുള്ള ഒരു സമൂഹം, അത് സൃഷ്ടിക്കാൻ ഇന്ന് ഒരു നിലയിൽ ഒരു വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനും ഒരു സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ അതിന് പകരം ഒന്ന് സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അതുപോലെ ഒന്ന് സൃഷ്ടിക്കാൻ. അവിടെ 2 കാര്യങ്ങളാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മദീനയിൽ കാണിച്ച അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ വിപ്ലവം എന്ന് പറയുന്നത്. ഒന്ന്, ജീവിതശൈലി ക്രമീകരിച്ചു. അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ ജീവിതശൈലി ക്രമീകരണം എന്ന് തന്നെ പറയാം. എത്ര ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളതും എപ്പോൾ ഉറങ്ങണം, എത്ര ഉറങ്ങണം എന്നുള്ളതിനെ സംബന്ധിച്ചു. ഈ 2 കാര്യങ്ങളാണ് അല്ലാഹു റസൂൽ മദീനയിൽ നടപ്പിലാക്കിയ വിപ്ലവം എന്ന് പറയുന്നത്. അതിലൂടെ രോഗരഹിതമായിട്ടുള്ള ആരോഗ്യകരമായ സമൂഹം ഉണ്ടായി.
കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാവിധ ഇന്നറ്റ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. ആ ശരീരം സ്വയം ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം സ്വയം ചികിത്സിക്കും എല്ലാ രോഗങ്ങളെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി അസ്സലാമു അലൈക്കും.